ഹായ് ഓൾ, ഫസ്റ്റ് വീഡിയോ തന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിക്കുന്നു. എ ഡേ ഇൻ മൈ ലൈഫ് വിത്ത് മൈ ട്വിൻസ്. ഒരു കംപ്ലീറ്റ് ഡേ ഇൻ മൈ ലൈഫ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം ഇവർ ഭയങ്കര നിർബന്ധവും വാശിയും ഒക്കെ ഉള്ളൊരു ഡേ ആയിരുന്നു. പിന്നെ ഇങ്ങനെയൊക്കെയോ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്. രാത്രി കട്ടിൽ ഉറങ്ങിക്കിടന്നവർ രാവിലെ ആയപ്പം നീണ്ടു നിവർന്ന് കിടക്കാൻ വേണ്ടി താഴെ വന്ന് കിടന്ന് എൻ്റെ 2 സൈഡിലായിട്ട് വന്ന് കിടപ്പുണ്ടായിരുന്നു. ഞാൻ ഫോണൊക്കെ എടുത്തപ്പോൾ ഹായ് ഒക്കെ പറഞ്ഞു, എന്താ വീഡിയോ കോളാന്ന് വെച്ചാൽ ഹായ് ഒക്കെ പറഞ്ഞത്. അങ്ങനെ അവിടെ ഇരുന്ന് കുറച്ച് സാധനങ്ങളും മേശയൊക്കെ അരിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവർ. അന്നേരത്തേക്ക് വെളിയിൽ പോകാനും ഒക്കെ ഉള്ള നിർബന്ധങ്ങളായി. എങ്ങനെ പുറത്തോട്ട് ഇറക്കി വിടുക. ഇപ്പം തന്നെ ടൈം ഒരു 8:30 പാല് കുടിക്കാനൊക്കെയുള്ള ടൈമായി. ഇനി കുറേ നേരം ഇവരുടെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിരിക്കും. എങ്ങനെ ടൈം പോകണമെന്ന് അറിയത്തില്ല. അങ്ങനെ അപ്പൂനെയൊക്കെ വിളിച്ചുകൊണ്ട് രണ്ടുപേരും വെളിയിലോട്ട് ഇറങ്ങുന്നുണ്ട്. അമ്മാമ്മയും അപ്പൂപ്പനെയൊക്കെ വിളിച്ചുകൊണ്ട് ഇറങ്ങി. അന്ന് മോൻ നേരെ വന്ന് അമ്മയുടെ തോളെ കയറി ഇരിപ്പായിട്ടുണ്ട്. മോള് പിന്നെ നടന്നു വന്ന് ഇനി ഉള്ള സാധനങ്ങളൊക്കെ അരിക്കാനുള്ള ഇതാണ്. കിച്ചണിൽ വന്ന് കിച്ചണിലെ സാധനങ്ങളും ഒക്കെ അരിക്കാനുള്ളൊരു സ്റ്റാർട്ടാണ്. അതിൻ്റെ ഇടയ്ക്ക് രാവിലെ അവർ ഫീഡ് ചെയ്തിട്ടുണ്ട്. ഫോർമുല മോൻ കുടിക്കാറുണ്ട്. അവന് കുടിക്കുമ്പോൾ മോൻ 2 സിപ്പ് കുടിച്ചാലേ, അവളല്ലാത്ത പാലും ഫുഡിങ്ങും ഭയങ്കര കുറവാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് രണ്ടുപേരും പടിവാതിക്കെ വന്നിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അവരെ കുളിക്കാനൊക്കെ ആയിട്ടുള്ള തയ്യാറെടുപ്പാണ്. കുളിപ്പിക്കാൻ നേരം മോൻ ഭയങ്കര നിർബന്ധമായിരുന്നു, അതുകൊണ്ട് കുറച്ച് മിസ്സായിപ്പോയി. അതൊക്കെ എടുക്കാനും കുറേ മിസ്സായി. പിന്നെ വന്ന് രണ്ടുപേരും റെഡിയാക്കി. ഞാൻ ഒരാളെ മോനെ റെഡിയാക്കിയപ്പോഴത്തേക്കും ഫസ്റ്റ് മോളെ കുളിപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ അവളെ ലോഷനൊക്കെ തേച്ച് ഉടുപ്പൊക്കെ ഇടിച്ച് റെഡിയാക്കി. ഉടുപ്പ് സെറ്റാകാത്ത കാരണം വീണ്ടും അതൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മുത്തശ്ശി അമ്മാമ്മയും കൂടെ മോളെ റെഡിയാക്കിക്കൊണ്ട് വന്ന് എൻ്റെ അടുത്ത് ഇരുത്തി. അന്നേരത്തേക്ക് ഞാൻ പിന്നെ ദ്രൂട്ടനെ റെഡിയാക്കി ലോഷനൊക്കെ തേച്ച് കുട്ടപ്പനാക്കി. അന്നേരത്തേക്ക് മുത്തശ്ശി മോക്ക് മുടിയൊക്കെ ചീകി കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ചേച്ചി വന്നിട്ടുണ്ട്. ദിയ ചേച്ചി വന്ന് 3 പേരോടെ പിന്നെ ബഹളമായിരുന്നു കുറച്ച് നേരം. അവർ അടങ്ങിയിരിക്കുന്നതൊക്കെ കണ്ടിട്ട് ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് മോനങ്ങ് നിർബന്ധമായി. ടൈം ഒരു 10:30 അന്നേരം എനിക്ക് നല്ലതായിട്ട് വിശക്കാനും തുടങ്ങി. എന്നാൽ ഞാൻ പതുക്കെ കഴിക്കാനായിട്ട് എസ്കേപ്പ് ആവാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് സമ്മതിക്കത്തില്ല. മോൻ അടങ്ങിയിരിക്കുമായിരുന്നു. മോൻ ഇങ്ങനെ പതുക്കെ നിർബന്ധമൊക്കെ പിടിക്കാൻ തുടങ്ങി. ഞാൻ എങ്ങനെയെങ്കിലും സ്കൂട്ടായി പോകാം കല്യാണി എന്ന് വിചാരിച്ചാൽ സമ്മതിച്ചില്ല. അവൻ പിന്നെ അങ്ങ് ഭയങ്കര നിർബന്ധമായി. അവനുടനെ കഴിക്കാൻ ഞാൻ എടുക്കാൻ നിൽക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആളുടെ നിർബന്ധമാവും. പിന്നെ എനിക്ക് കഴിക്കാനും ഒന്നും പറ്റത്തില്ല. അത് കാരണം പതുക്കെ അപ്പോഴത്തേക്ക് അവൻ ഓക്കെ ആയി. എന്നെ കൊണ്ട് കിച്ചണിൽ പോയി. പിന്നെ ഞാൻ തിരിച്ചു വന്നപ്പോൾ ഞാൻ കഴിക്കാനായിട്ട് കുഴക്കട്ടയായിരുന്നു, അതൊക്കെ എടുത്തോണ്ട് വന്നു. അവരുടെ കൂടെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ സമ്മതിക്കത്തില്ല. അങ്ങനെ അവരുടെ കൂടെ ഇരുന്നപ്പോൾ വേണോന്നുള്ള ഒരിതായി. ഇടയ്ക്ക് ഞാനും കഴിച്ചു, ഇടയ്ക്ക് അവർക്കും കോരി കൊടുത്തോണ്ട് കുറച്ചൊക്കെ കഴിച്ച്. ഇങ്ങോട്ട് വാ. ജൂട്ടാ ഓയ് സൂപ്പറാണോ? അങ്ങനെ ഞാൻ കഴിച്ചപ്പോൾ രണ്ടുപേരും എൻ്റെ കൂടെ വന്നിരുന്ന് കുറച്ചൊക്കെ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ പ്ലേറ്റ് ടൈം ആയിരുന്നു. കുറച്ച് നേരം മ്യൂസിക് വെച്ചുകൊണ്ട് കുറേ നേരം ഇരുന്ന് കളിച്ച് എന്തായാലും അടങ്ങിയിരുന്നു. ഞാൻ കൂടി ഇരിക്കണമെന്നേ ഉള്ളായിരുന്നു. അവരവിടെ ഇരുന്ന് കളിക്കുമായിരുന്നു. അങ്ങനെ കുറേ നേരം അതൊക്കെ വെച്ച് ജൂട്ടാ ഏയ് പേപ്പർ തിന്നുവാണോ? പഠിക്കുവാണോ? അത് കഴിഞ്ഞപ്പോൾ ഞാൻ അവലുകൊണ്ടുള്ള കുറുക്ക് കൊടുത്തായിരുന്നു 2 പേർക്കും. അതൊന്നും എടുക്കാൻ പറ്റില്ല. ജസ്റ്റ് എടുത്തപ്പോൾ തന്നെ നിർബന്ധം പിടിച്ചൊക്കെയാണ് കഴിച്ചത്.
ടാറ്റാ. വീട്ടിനകത്തിരിക്കുന്ന രണ്ടുപേർക്കും ഇഷ്ടമല്ല. അങ്ങനെ വീണ്ടും പുറത്തിറങ്ങി. മഴയായത് കാരണം പോർച്ചിലൊക്കെ നിന്ന് കുറേ നേരം കളിച്ച്. അപ്പോഴത്തേക്ക് വീണ്ടും നിർബന്ധമായേ മോള്. മോള് നിർബന്ധം പിടിച്ച് പിന്നെ അങ്ങനെ കിടന്നങ്ങ് ഉറങ്ങി. അതിൻ്റെ ഇടയ്ക്ക് അമ്മ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പോയപ്പോഴത്തേക്കും മോൾ ഉണർന്ന്. 10 മിനിറ്റ് ഉറങ്ങത്തോളൂ. ഞാൻ എണീറ്റ് അപ്പച്ചാടി എണീറ്റ്. അങ്ങനെ സ്ലൂട്ടനാണെങ്കിൽ ഇവിടെ മുത്തശ്ശിയെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോയത്. മുത്തശ്ശിയും ചേച്ചിയും സ്ലൂട്ടനോട് കളിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ ദേമോളും വന്ന് ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വന്ന ടൈമാണ് 3 മണി. ഇതിൻ്റെ ഇടയ്ക്ക് ഫുഡ് ഉണ്ടാക്കി കഴിച്ചപ്പോൾ 2-2:30 അവർക്കും കുറച്ച് ചോറൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെയും വീണ്ടും വെളിയിൽ നടക്കാൻ പോകണം എന്നുള്ള രീതിയിൽ ഇറങ്ങി. പോർച്ചിൻ്റെ അവിടെയൊക്കെ വന്ന് നിൽക്കുക രണ്ടുപേരുടെ. അപ്പോൾ അമ്മ അവരെയും കൊണ്ട് വെളിയിൽ ഇരിക്കുക. കാരണം തുണി ഇഷ്ടംപോലെ ഉണക്കാനുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു വെയിൽ കണ്ടുകൊണ്ട് അവരെയും നോക്കാം, തുണി ഉണക്കാമെന്നും അവിടെ ഇരിക്കുക. എപ്പോഴാണ് മഴ പെയ്യുന്നതെന്ന് അറിയത്തില്ലല്ലോ. ഞാൻ ആ ഗ്യാപ്പിൽ അവർക്ക് കുറുക്കുണ്ടാക്കാനായിട്ട് അകത്തോട്ട് കയറി. പെട്ടെന്ന് കുറുക്കും ഉണ്ടാക്കി. കുറച്ച് തുണിയൊക്കെ കഴുകാനുണ്ടായിരുന്നു. അത് വാഷിംഗ് മെഷീനിൽ ഇട്ടു. അപ്പോഴത്തേക്ക് പുറത്ത് ബഹളമായി. അമ്മയ്ക്ക് ഒറ്റയ്ക്ക് രണ്ടുപേരെയും കൺട്രോൾ ചെയ്യാൻ പാടാൻ. അവർ മണ്ണിലൊക്കെ ചാടി റാഗി അരച്ച് വെച്ചതുണ്ടായിരുന്നു. 2 ദിവസത്തേക്ക് അങ്ങനെ അരച്ച് വെക്കും. അപ്പോൾ പെട്ടെന്ന് അതെടുത്ത് പാൽ ഒഴിച്ചൊരു കുറുക്കുണ്ടാക്കി. അന്നേരത്തേക്ക് പുറത്ത് ബഹളമൊക്കെ ആയി. പിന്നെ ഞാൻ പുറത്തോട്ട് വന്നു. പിന്നെ അവരെ നോക്കി കുറച്ച് നേരമൊക്കെ നിന്നു. കാണുന്നതെല്ലാം വായി വെക്കുവാന്ന് അവളെ വിചാരം. നീ ഇല്ല, നീ പേടിക്കണ്ട. ഇറങ്ങി താഴെ. അപ്പുറത്തൂടെ ആവുമ്പോ അല്ലേ അത് കയറിയത്. അമ്മ ഇപ്പുറത്തൂടെ ഇരിക്കാനേ നേരത്തെ മുതലേ ഇവരുടെ കൂടെ നിന്ന് ടൈം പോകുന്നത് അറിയത്തേ ഇല്ല. അങ്ങനെ അവരൊരുവിധം ഓക്കെ ആയി നിന്നിട്ട് ഞാൻ കുറച്ച് വാഷിംഗ് മെഷീനിലെ തുണി കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ ചെയ്തു. പിന്നെ കുറച്ച് വിരിക്കാനുണ്ടായിരുന്നു. അതിടാനായിട്ട് മുകളിൽ പോയി. ഉണങ്ങിയ തുണികളൊക്കെ ഇനിയിപ്പോ ഇങ്ങനെ കുളിപ്പിക്കാതെ പറ്റത്തില്ല. അതാ ഞാൻ പറഞ്ഞ. എവിടെ പോവാ ചെരുപ്പിടാതെ? ഞാനോ പോടാണ്ട്. എനിക്ക് വയ്യ. ഞാൻ കുഴഞ്ഞു പോവാ. അകത്ത് കയറി. അകത്ത് കയറിക്കല്ല. എനിക്ക് വയ്യ. വിട്. ചെരുപ്പിന്റെ കാര്യം പറയുമ്പോ ചെരുപ്പ് പൊക്കിക്കൊണ്ട് വരുന്ന കേട്ടോ. ഇതുവരെ രാവിലെ ആയിട്ട് അവർ ഉറങ്ങിയിട്ടില്ല. ഉറങ്ങിയല്ലാതെ ഈ പുറത്തുനിന്ന് അകത്തോട്ട് കയറുന്നൊരു ടാസ്കാണ്. ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരിക്കും. അങ്ങനെ ഇവരുടെ കുറച്ച് ഇങ്ങനെ ഫ്രീ ആയിട്ട് നിൽക്കുന്ന ടൈമിലുള്ള വീഡിയോസൊക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. അത് കാരണം ഇത് കുറച്ചെടുത്തു. അത് കഴിഞ്ഞ് അകത്തോട്ട് എടുക്കുന്ന നിർബന്ധമൊക്കെയാണ്. മോൾ ഭയങ്കര നിർബന്ധമായി. മോനാണെങ്കിൽ കിടന്ന് കരയുന്നു. എടുത്തോട്ട് പോയാൽ അങ്ങനെ രണ്ടുകൂടെ കരഞ്ഞ് നിലവിളിച്ചൊക്കെ പിന്നെ ഇവിടെ കുറച്ച് നേരം ഉറങ്ങി. നമ്മുടെ പൊന്നു വാടാ. മതി മതി കളിച്ചത്. മറ്റേ ചീച്ചമ്മന് ഉറങ്ങിക്കോളൂ ഇപ്പം. ഏകദേശം ഒരു 1 മണിക്കൂറോളം നിർബന്ധം എടുത്ത് അവർ ഉറങ്ങിയത്. കഷ്ടപ്പെട്ടൊന്ന് ഉറക്കി രണ്ടുപേരെയും കിടത്തി. ഞാനും ഒന്ന് കിടന്നു ഒരു 5 മണിയായപ്പോഴത്തേക്ക്.
5:30-5:45 താണ്ട് മോളിൽ ചാടി തിരുപ്പുണ്ട്. മോൻ നല്ല ഉറക്കമാണ് ഇപ്പോഴും. എന്തുവായാല് വീഡിയോ ഒന്നും 9 മണി 9:30 എങ്ങാണ്ടായപ്പോൾ ഉള്ള വീഡിയോ ആയിരുന്നു. പിന്നെ മോനുണർന്നു. പിന്നെ ഓരോ കാര്യങ്ങൾ, കുളിപ്പിക്കല്, ഫുഡ് കൊടുക്കല്, പിന്നെ നിർബന്ധങ്ങൾ, അങ്ങനെ ഒന്ന് സമയം പോയി. പിന്നെ ഒരു നിർബന്ധമൊക്കെ പിടിച്ച് അന്നൊരു ഭയങ്കര വാശിയും നിർബന്ധവും ഒക്കെ ഉള്ളൊരു ഡേ ആണ്. സാധാരണ 10:30-11 മണിക്കുള്ളിൽ ഉറങ്ങുന്നവർ മോനൊക്കെ ആണെങ്കിൽ 12:30 ആയി ഉറങ്ങിയപ്പോൾ മോള് 11 മണിയോളമായി. പിന്നെ ഞാനും ടയേർഡായിപ്പോയി അത്രയും. കാരണം അന്നേരം ഒന്ന് കിടന്നെന്ന് ഓർമ്മയുണ്ട്. അപ്പോൾ തന്നെ മോള് എണീറ്റു. പിന്നെ ഓരോ ബിസി, ഫുള്ള് ഭയങ്കര ക്ഷീണവും എല്ലാമായിരുന്നു. പിന്നെ എനിക്ക് ഇത്രയും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. വോയിസ് ഓവർ കൊടുത്ത ടൈമിൽ എൻ്റെ പനിയായിട്ട് സൗണ്ടൊക്കെ നല്ലതായിട്ട് അടച്ചിരിക്കുകയാണ്. എല്ലാവരും ക്ഷമിക്കുമെന്ന് കരുതുന്നു. പിന്നെ കുഞ്ഞുങ്ങളുടെ നിർബന്ധം കണ്ടില്ലേ, ഇപ്പോൾ കിച്ചണിൽ പോയി കബോർഡിനകത്ത് കയറിയിരിക്കും. അങ്ങനെ കണ്ണ് വെട്ടാൻ പറ്റത്തില്ല. അത് കാരണം എനിക്ക് കുറേയൊക്കെ മിസ്സായിപ്പോയി. ഒരു ഇൻകംപ്ലീറ്റ് വിചാരിച്ച പോലെ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഇവർ ഉറങ്ങിയപ്പോൾ തന്നെ 11 മണിയായി. മോൾ ഉറങ്ങിയപ്പം 9:30 ആയപ്പോൾ സ്റ്റാർട്ടായതാണ്. മോനന്ന് ഭയങ്കര നിർബന്ധത്തോടെ ഒരു 10-12:30 ആയി ഉറങ്ങിയപ്പോഴത്തേക്ക് ഞാനും അങ്ങ് ക്ഷീണിച്ച് എനിക്കത് കംപ്ലീറ്റ് ആയിട്ട് എടുക്കാനും പറ്റില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്നെ കൊണ്ടാകുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനേക്കാൾ ബെറ്ററാക്കാൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു.